ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഗാങ്ങിലെ 2 പേരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങി. പിന്നെ ഒരു കൺഫ്യൂഷൻ എവിടെ നിന്ന് മുറിക്കുന്നായിരുന്നു. അപ്പോൾ ആദ്യം ഒരാളുടെ വീട്ടിൽ പോയി അവളെയും കൂട്ടിയിട്ട് മറ്റാളുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഗേളിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയി സർപ്രൈസ് ആക്കി അവളുടെ വീട്ടിലെ കോലൊക്കെ വീഡിയോ എടുക്കണം എന്നായിരുന്നു. പക്ഷേ എല്ലാ പ്ലാനും ഫ്ലോപ്പായി. കാരണം നമ്മൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയി നേരെ തിരിച്ചാണ് കിട്ടിയത്. കാരണം അവൾ വഴി തന്നെ ഉണ്ടായിരുന്നു, കാണുകയും ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എവിടെ പോയതാ? പിന്നെ നമ്മൾ അവളെയും കൂട്ടിയിട്ട് നേരെ മറ്റേ ബർത്ത്ഡേ ഗേളിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് മറ്റാളുടെയെങ്കിലും സക്സസ് ആവണം എന്നുള്ളതുകൊണ്ട് നമ്മൾ വളരെ സൗണ്ട് ഉണ്ടാക്കാതെ മെല്ലനെയായിരുന്നു പോയത്. പുറത്തൊന്നും ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിലെ ബെല്ലടിച്ചു. കറക്റ്റ് അവൾ തന്നെ പുറത്തിറങ്ങി വന്നായിരുന്നു. അവളുടെ കറക്റ്റ് കോലും നമുക്ക് കിട്ടി. പിന്നെ അവളോട് വേഗം റെഡിയാവാൻ പറഞ്ഞ് റെഡിയായിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ തൊട്ടപ്പുറത്തുള്ള റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. കേക്ക് മുറിക്കാൻ മുകളിലേക്ക് പോകുന്ന പോക്ക് കാണുമ്പോൾ എനിക്ക് കല്യാണമാണ് ഓർമ്മ വന്നത്. നിങ്ങൾക്കോ? അവർക്ക് കുറച്ച് പോളറോയിഡ്സും കൂടി കൊടുത്തായിരുന്നു. പിന്നെ അത് നോക്കുന്ന തിരക്കായി. അത് തുറക്കണം. പഴയ അച്ഛൻ്റെ എവിടെ കാണിക്കണോ? അത് കഴിഞ്ഞ് കേക്കിൻ്റെ കൂടെ പോളറോയിഡ്സും കൂടി സെറ്റ് ചെയ്ത് നമ്മൾ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് കടന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയറൊക്കെ ചെയ്തു. കേട്ടോ ഇതിനെ കാണിച്ചതാ. നല്ല കുഞ്ഞിക്കുട്ടീനെ പോലെ അഴകായിട്ട് ആ വീട്ടിലെടുത്തോ. എല്ലോ റെക്കോർഡാ. ചീസ് അറിഞ്ഞോ? ചീസ് അറിഞ്ഞോ? ആണെങ്കിൽ ചീസ് അറിഞ്ഞോ? ഒന്നും കൂടി പറഞ്ഞേ. പിന്നെ ഇതിലൊരാൾ കുറവുണ്ട്. അവളാണ് ഇവൾ. മണ്ണ് പിടിച്ചു പോയി ഗൈസ്. മണ്ണ് പിടിച്ചു പോയി. നീ അപ്പൊ അതെ അതെ അച്ചു എന്തേലും പറ. ഇങ്ങനൊരു
പറയണേ. പിന്നെ കുറച്ച് ടൈം വർത്തമാനം 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.